ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നെന്താ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഒരു കക്ക തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്ത് ചെയ്താലും തേങ്ങാക്കൊത്ത് ചേർക്കുമല്ലോ എന്ന്. എന്നാൽ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർക്കാം. ഒരു 3 സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള താണ്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ 2 പച്ചമുളകും ഇത്തിരി കറിവേപ്പിലയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇവിടെ ഒരുപാട് എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചേർത്തത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതിലേക്ക് നമ്മളിനി കക്ക വേവിച്ച് വെച്ചതാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. അതിലേക്ക് കക്കയും ചേർത്ത് നന്നായി അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. കക്കയിൽ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ വെന്തോളും. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചൂടെ ചേർക്കണം. എന്നാലല്ലേ നമ്മുടെ തോരനാവത്തുള്ളൂ. കുറച്ച് തേങ്ങ ചതച്ചതും ചേർത്ത് നന്നായി യോജിപ്പിച്ച് എടുക്കുക. നന്നായി കുറച്ച് നേരം വഴറ്റിയാൽ നന്നായി മൂത്ത് കിട്ടും. അപ്പോഴത്തേക്കും നമ്മുടെ കക്കയ്ക്ക് ടേസ്റ്റും കൂടും. അപ്പോൾ നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ കഴിവതും ഇടാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം കാണാം. ഓക്കേ.